ചെല്ലി ആ കൊടുത്തു. അച്ചാമക്ക് 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 കൊടുക്ക്. അച്ചാമക്ക് കൊടുക്ക്. ഇവമേ അച്ചാച്ച പറയാമോ. ആ ഇനി അച്ചാമക്ക് അച്ചാമക്ക്. ആ ടാറ്റ കൊടുത്തേക്ക്. ഒരു പ്ലെയിൻ കിസും കൊടുത്തേക്ക്. ആ ഫ്ലൈയിങ് കിസാണ്. ഞങ്ങൾ പ്ലെയിൻ കിസിനെ പറയുള്ളൂ. ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് അതാണ് പറഞ്ഞു തന്നേക്കണം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തിരുവോണമാണ്. തിരുവോണം ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ കുറച്ച് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷേ തിരക്കിനിടയിൽ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അതിന് തന്നെ സ്റ്റെപ്പ് കയറി വരാനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറരുത്, ഞാൻ വന്നു കഴിഞ്ഞിട്ടേ മാറാൻ പാടുള്ളൂ എന്ന്. കാരണം ഞാൻ കുറച്ച് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. റെഡി ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു, കാര്യം ഇവർ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം മെയിനായിട്ട് എൻ്റെ ഡൗട്ട് അച്ഛനും ചേട്ടനും ഒക്കെ വരുമോയെന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല, എല്ലാവരും സമ്മതിച്ചു. പറയടാ അമ്പു, വോയിസ് ഓവർ കൊടുക്ക്. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തെർമക്കോളായിട്ടാണ് വന്നത് സുന്ദരീനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ അച്ഛനത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നന്നായിട്ട് പടം വരക്കൂട്ടാ. അപ്പോൾ അച്ഛനത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീമോൻ ഞാൻ വരച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീമോൻ എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛൻ സുന്ദരീനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വീടിൻ്റെ ടെറസിലാണ് നമ്മൾ ഗെയിം പ്ലാൻ ചെയ്തത്. അങ്ങനെ സുന്ദരീനെയൊക്കെ സെറ്റാക്കി നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ നല്ല മഴക്കാറ് വെച്ചിട്ട് നല്ല ഇരുട്ടായി, മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് താഴത്തേക്ക് പോകാറായപ്പോഴത്തേനും പെട്ടെന്ന് ആ മഴക്കാറൊക്കെ പോയിട്ടാ. അത് ഭയങ്കര ഒരു ഭാഗ്യമായി. പിന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇൻട്രോ പറഞ്ഞതും അച്ഛനെയാണ് ഫസ്റ്റ് സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി കൊണ്ടുപോയത്. അച്ഛൻ കറക്റ്റായിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടുകയും ചെയ്തിട്ടാണ്. ആ ഒരു പിക്ചറിൽ കാണുന്ന പൊട്ട് അച്ഛൻ ആദ്യം തൊട്ടതാണ്, പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനെ രണ്ടാമത് കൊണ്ടുപോയി തൊടിയിക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഗെയിം കളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓണപരിപാടി റെസിഡൻസിൻ്റെയും ഓഫീസിലും കോളേജിലും ഒക്കെ നടത്തണ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു, നമുക്കൊന്നും ഒരു ഓണാഘോഷം പോലും ഇല്ലല്ലോ ചേട്ടാന്ന്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്താണ് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ ചെറിയ രീതിക്ക് ഇതൊക്കെ ഒന്ന് നടത്തണം എന്നുള്ളത്. അതങ്ങനെ സാധിക്കുകയും ചെയ്തിട്ടാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ. കസേരകളി നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 7 പേരുണ്ട്, വീട്ടിലാകെ 4 കസേരയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കസേരകളി അങ്ങ് മാറ്റി വെച്ച്. ചെറുതുങ്ങൾ 2 പേരെ മാനേജ് ചെയ്യാനായിരുന്നു കുറച്ച് പ്രയാസം. ഒരാൾ ഷൂട്ട് ചെയ്യണ സമയത്ത് ബാക്കി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആൾ കൊച്ചിനെ നോക്കും. പിന്നെ അങ്ങനെ ആരാണോ ഷൂട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ പിള്ളേരെ നോക്കും. അങ്ങനെ മാറി മാറിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. വെച്ചില്ലെങ്കിൽ അവർ സ്റ്റെയറിൻ്റെ അങ്ങോട്ട് ഓടുമായിരുന്നു. അത് കറക്കി വിടുമ്പോ ഇവിടെ എത്തൂല്ല, അങ്ങോട്ട് വലിയടത്തെ ഓള്. നീ മാറി കുഞ്ഞാറ്റെ. എല്ലാരും വന്നിട്ട് അടുത്തതായി സിനിമ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അമ്പോ ഒറാശം കളിച്ചതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തകർക്കാൻ പോണേ. കുത്തങ്ങാട് പൊളി. സുധിയേട്ടന്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറി നിന്ന ഒരാളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അയാളൊന്ന് കറക്കി വിടുക. അയാൾ തൊട്ടടുത്ത എന്താ വെച്ചാൽ സുന്ദരിയുടെ അയാൾ അളവെടുക്കണായിരുന്നു ഇത്ര നേരം അവിടെ നിന്ന്. കള്ളി കൂട്ടക്കണട്ടൊക്കെ നോക്കിയപ്പോ ഇതൊക്കെ പറഞ്ഞേക്കാം.
അതാ കെട്ടിയേക്കണം. അയാൾ അളവെടുത്തായിരുന്നേ. കുത്തിക്ക കുത്തിക്ക കുത്തിക്ക. അമ്പടി ശ്രീമാൻ പിള്ളേരാ അയിനെ നോക്കിക്കോ. അവ അയിനെ ഒന്ന് നോക്കണേ. ഇറങ്ങിയെത്തൂല മന. ഇത് കഴിഞ്ഞിട്ട് തരാം. അയിനൂനൊന്ന് ശ്രദ്ധിക്കണേ. കാണാവോ? അത് തന്നെ കുത്തിക്കോ തന്നെ. പൊളി പൊളി പൊളി. അയാൾക്ക് പേടിയായിപ്പോ കണ്ണോത്തിയപ്പോ. ഒരു പൊട്ടോ ഇട്ടോ കൊടുത്തപ്പോ കറക്കി വിടച്ചാ, കറക്കി വിട്. അതന്നെ കുഞ്ഞാന്റെ സെറ്റ്. അപ്പൊ ഇത് ആരമല്ല കൂത്തിയെ അച്ഛനെ തട്ടി 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 തനിക്ക് തട്ടിത്താ. അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടൽ വിജയകരമായി പൂർത്തിയാക്കി അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശ്രീമോൻ അവിടെ പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കണായിരുന്നു കേട്ടോ. നമ്മൾ 7 പേരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അമ്മേനെയും 2 ആമക്കളെയും കൂടി ആദ്യം നിർത്തി. അമ്മ പറയണായിരുന്നു പയ്യെ പോണം സ്പീഡിൽ പോരുത്, എന്നെ തോപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ചേട്ടന്മാർക്ക് ക്ലാസ് കൊടുക്കണമായിരുന്നു. പിന്നെ ഞാനും അമ്പും കൂടിയാണ് കേട്ടോ നിന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എണ്ണം കറക്റ്റ് ആവൂല. നമ്മൾ 3 സ്പൂണും 3 നാരങ്ങയായിട്ടാണ് വന്നത്. ആളുടെ എണ്ണ എടുക്കാതെയാണ് നാരങ്ങ പോയി വാങ്ങിയത്. പിന്നെ ഞാനും അമ്പും കൂടി നിന്ന്. അതിനകത്ത് അമ്പു ജയിച്ചു. ആദ്യത്തെ ഇതിൽ ശ്രീമോൻ ജയിച്ചു. പിന്നെ ചേച്ചി അച്ഛനും കൂടി പോയി. കറക്റ്റ് ചേച്ചി പറയണത് പ്രായത്തിന്റെ രീതിയിൽ പയ്യെ നടക്കാൻ പാടില്ല അച്ഛന്ന്. അച്ഛൻ പക്ഷേ വേഗം നടന്നുപോയി. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ഹായ്, എന്റെ യൂട്യൂബ് ചാനലിനോടൊരു ഹായ് പറ. കൈവിട് നേരത്തെ ബോൾ പാസിങ്ങിൽ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് ഒരുമിച്ച് കളിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഫോണിൽ പാട്ട് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിന്നു. പിള്ളേരെ ഒരുമിച്ച് നോക്കുകയും ചെയ്തു. എന്നിട്ട് ഒരാൾ ഔട്ടായ ഗ്യാപ്പിനകത്തേക്കാണ് ശ്രീമോൻ കയറിയത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഔട്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അമ്മ ഔട്ടായി. ആ ഗ്യാപ്പിലാണ് ശ്രീമോൻ കയറിയത്.
അങ്ങനെ ഇതാ നമ്മുടെ ഗെയിമിന്റെ അവസാനത്തെ റൗണ്ട് ആയിരിക്കാണ്. ഇതോടുകൂടി നമ്മൾ ഈ കളി തീർക്കുകയാണ്. ഈ ഗെയിം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ലാസ്റ്റ് ഗെയിമാണ്, ലാസ്റ്റ് റൗണ്ടാണ്. ശ്രീമോനും ചേച്ചിയും കൂടെയാണ് കേട്ടോ ലാസ്റ്റ് ഫൈറ്റ്. ഇറ്റാത്ത വഴി മാറി. അപ്പൊ ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശ്രീമോനാണ് ജയിച്ചിരിക്കുന്നത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ശ്രീമോൻ ജയിച്ചിരിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. തിരുവോണ ദിവസം ഷൂട്ട് ചെയ്ത ഈ വീഡിയോ വളരെ ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനോട് എല്ലാവരും ക്ഷമിക്കണം. തിരക്കുകൾക്കിടയിൽ ഇത് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഫ്രീ ആയ ദിവസമാണിത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.